പഴകം തോറും വീര്യം കൂടുന്ന ഒരു വീഞ്ഞ്. അതെ, അതാണ് വിരാട് കോഹ്ലി. ഡിയർ കോഹ്ലി, താങ്കളെ എന്തു പറഞ്ഞ് വിശേഷിപ്പിക്കണം എന്ന് എനിക്കറിയത്തില്ല. ചേസ് മാസ്റ്റർ, ദ റൺ മെഷീൻ, കിങ് കോഹ്ലി, ക്രിക്കറ്റിന്റെ രാജാവ്, അങ്ങനെ പേരുകൾ പലതുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദ ചേസ് മാസ്റ്റർ എന്ന പേരാണ്. എത്ര വലിയ ബാലികേറാമലയും ഈ 18-ാം നമ്പറുകാരൻ ക്രീസിലുള്ളപ്പോൾ ഇന്ത്യക്ക് നിസ്സാരമാണ്. റെക്കോർഡുകൾ തിരുത്തണമെങ്കിൽ കിങ് കോഹ്ലിക്ക് ബാറ്റ് എടുത്ത് വീശേണ്ട ആവശ്യമില്ല എന്ന മട്ടിലാണ് കാര്യങ്ങൾ. അയാൾ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ് ഗ്രൗണ്ടിലേക്ക് ഒന്നിറങ്ങിയാൽ മതി, പിന്നെ ഈ റെക്കോർഡുകൾ തനിയെ തിരുത്തപ്പെടും. ഇന്ന് ഫീൽഡിങ്ങിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരങ്ങളുടെ പട്ടികയിലേക്ക് 5-ാം സ്ഥാനത്തേക്ക് വിരാട് കോഹ്ലി കയറി. ഈ റെക്കോർഡിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് കോഹ്ലിക്കൊരു ബാലികേറ മല തന്നെയാണ്. 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതോ 463 മത്സരങ്ങൾ കളിച്ച സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ. സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ എവിടെ അവസാനിപ്പിച്ചോ അവിടെ നിന്ന് തന്നെയാണ് വിരാട് കോഹ്ലി കിവീസിനെതിരെ തുടങ്ങിയതും. 91 പന്തിൽ 102 സ്ട്രൈക്ക് റേറ്റിൽ 93 റൺസ്, 7 റൺസിന് സെഞ്ചുറി നഷ്ടം. ഏറ്റവും വേഗത്തിൽ 28,000 അന്താരാഷ്ട്ര റൺസ് എന്ന നാഴികക്കല്ലിലേക്കാണ് വിരാട് കോഹ്ലി ആദ്യം എത്തിയത്. മറികടന്നതോ സാക്ഷാൽ ക്രിക്കറ്റിന്റെ ദൈവത്തെ. സച്ചിൻ 644 ഇന്നിംഗ്സിൽ നിന്നാണ് ഈ റെക്കോർഡ് നേടിയതെങ്കിൽ വിരാട് കോഹ്ലിക്ക് വെറും 624 ഇന്നിംഗ്സ് മാത്രം മതിയായിരുന്നു. ഇനി വിരാട് കോഹ്ലി ഇന്ന് സ്വന്തമാക്കിയ മറ്റൊരു റെക്കോർഡ് പരിശോധിക്കാം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് സ്വന്തമാക്കുന്ന 2ാമത്തെ താരം. 28,016 റൺസ് നേടിയ കുമാർ സംഗക്കാരെയാണ് വിരാട് കോഹ്ലി മറികടന്നത്. ഇനി മുമ്പിലുള്ളതാകട്ടെ 34,357 റൺസ് നേടിയ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറും. അതെ, സച്ചിന്റെ റെക്കോർഡുകൾ തിരുത്തുന്നത് കോഹ്ലിക്ക് ഒരു ബാലികേറ മല തന്നെയാണ്. കാരണം T20യിൽ നിന്നും ടെസ്റ്റിൽ നിന്നും കോഹ്ലി വിരമിച്ചു. ഏകദിനത്തിൽ ഇനി അധിക കാലങ്ങളില്ല. ഉള്ള കാലം എത്രത്തോളം മത്സരിച്ചാലും ഈ റെക്കോർഡുകൾ സ്വന്തമാക്കുക എന്നത് വലിയൊരു പ്രയാസം തന്നെയാണ്. ഒരുപക്ഷെ T20യിലും ടെസ്റ്റ് ക്രിക്കറ്റിലും കോഹ്ലി ഇപ്പോഴും കളിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഈ റെക്കോർഡുകൾ എന്നേ പഴങ്കഥയായേനെ. ഏകദിന ക്രിക്കറ്റിൽ തുടർച്ചയായി 5 50+ സ്കോർ എന്ന നേട്ടം ഇന്നത്തെ മത്സരത്തോടെ കോഹ്ലി മറികടന്നു. ഇന്നത്തെ മത്സരത്തിൽ അർഹിച്ച സെഞ്ചുറിയാണ് 7 റൺസ് അകലെ വിരാടിന് നഷ്ടമായത്. ജെയ്മിൻസന്റെ പന്തിൽ ബ്രേസ്വെല്ലിന് ക്യാച്ച് നൽകി വിരാട് മടങ്ങുമ്പോൾ സ്റ്റേഡിയം മൊത്തം നിശബ്ദമായി. വിരാട് സെഞ്ചുറി നേടിയില്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഞാനിനി ഭക്ഷണം കഴിക്കില്ല എന്നൊരു കുഞ്ഞ് ആരാധകന്റെ പോസ്റ്റർ അതിന് തൊട്ട് മുമ്പാണ് TV സ്ക്രീനിൽ പൊക്കി കാണിച്ചത്. Oh, he's got to go hungry because it's not to be for Virat Kohli today. Michael Brace will give him a nibble, doesn't matter, he's only young. But Virat Kohli will walk back. 90കളിൽ 9ാം തവണയാണ് വിരാട് കോഹ്ലി പുറത്താകുന്നത്. ഇന്ത്യക്കായി 90കളിൽ പുറത്താകുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡും ഇതോടുകൂടെ വിരാട് കോഹ്ലി കൈവരിച്ചു. ജെയ്മിൻസന്റെ അതിമനോഹരമായ ബോളിംഗിൽ കളി ഒരു നിമിഷം കൈവിട്ടു പോകുമെന്ന് തോന്നിയിരുന്നു. ഒരു സമയം വരെ അനായാസ ജയമെന്ന് തോന്നിപ്പിച്ച കളി ന്യൂസിലൻഡ് തിരികെ പിടിക്കുന്നത് നമ്മൾ കണ്ടു. KL രാഹുലിന്റെ ഫിനിഷിങ്ങും റാണയുടെ ഒരു അതിമനോഹര ക്യാമിയോയും കൂടി ചേർന്നപ്പോൾ 49ാം ഓവറിൽ ഇന്ത്യ കളി തിരിച്ചു പിടിച്ചു. That's what he's been sent out for. And 10 off the over, 267 for. Oh, that's well struck. Beautifully struck for 4. Fine leg up in the circle. And that'll ease the pressure in the dressing. And through the covers this time, just one needed. Consecutive boundaries and the scores level. And it's over. It's gone the distance. വിരാട് കോഹ്ലി ഒരിക്കൽ കൂടെ കളിയിലെ താരമായി. ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ 71ാമത്തെ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം. ഇനി 1ാം സ്ഥാനത്തുള്ള സച്ചിനെ മറികടക്കാൻ വെറും 5 എണ്ണം മാത്രം മതി വിരാട് കോഹ്ലിക്ക്. ഇന്ത്യ അവസാനം വിജയിച്ച 8 ഏകദിനങ്ങളിൽ 4 എണ്ണത്തിലും വിരാട് കോഹ്ലി ആയിരുന്നു പ്ലെയർ ഓഫ് ദ മാച്ച്. തന്നെ തഴഞ്ഞവരോട്, അതെ, ODI വേൾഡ് കപ്പിന് കോഹ്ലി ഫിറ്റ് ആണോ എന്ന് ചോദിച്ചവരോട്, ഇന്ത്യൻ ടീമിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്ന് മുറവിളി കൂട്ടിയവരോട് അയാൾക്ക് മറുപടി പറയാനുള്ളത് ബാറ്റ് കൊണ്ടായിരുന്നു. അതെ, റെക്കോർഡുകൾ തിരുത്തിക്കൊണ്ട് 150 എന്ന മാജിക്കൽ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശിക്കൊണ്ട്. അതെ, പണ്ടും ഇത് തന്നെയായിരുന്നു ശീലം, എതിരാളികളെ തന്റെ ബാറ്റ് കൊണ്ട് നിശബ്ദമാക്കുക. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ ഈ വില്ലോയും പിടിച്ച് ഇവിടെ തന്നെ ഉണ്ടാകും. കുറച്ചധികം റെക്കോർഡുകൾ തിരുത്താനുണ്ട്, കുറച്ചധികം നേട്ടങ്ങൾ എൻ്റെ പേരിലാക്കാനുണ്ട്. കുരയ്ക്കുന്നവർ കുരച്ചോളൂ. കുരയ്ക്കുന്ന പട്ടികൾക്ക് അതിർത്തിയിലേക്ക് പന്തടിച്ചിട്ട്
നായ്ക്കളെ കൊണ്ട് തന്നെ ആ പന്ത് എടുത്തോണ്ട് വരുത്തിച്ചാണ് അയാൾക്ക് ശീലം. അതെ, ഹീസ് കിങ് കോഹ്ലി. താങ്ക് യു.